Welcome all. Today we are going to build another good habit in day 3. നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ I'll give you few instructions. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. You have to wake up 1 hour early. നിങ്ങൾ സാധാരണയിൽ നിന്നും കുറച്ച് മുന്നേ ആയിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക. You can put an alarm in your phone and you can wake up. നല്ലൊരു പോസിറ്റീവ് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ഗുഡ് കോസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. സോ ഡോണ്ട് വെറി ദാറ്റ് യു വിൽ ലൂസ് യുവർ സ്ലീപ്പ്. അതിൻ്റെ ഒന്നും പ്രശ്നമില്ല. നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നത് നമുക്കൊരു നല്ല ഗുഡ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ലിസൺ ടു ദ വൊക്കാബുലറി ലെസൺസ്. യു ക്യാൻ ഇൻക്ലൂഡ് ന്യൂ വേർഡ്സ്, ന്യൂ സ്പെല്ലിങ്സ്, യുണീക്ക് വേർഡ്സ്. ഇതൊക്കെ നിങ്ങളുടെ വൊക്കാബുലറി സെഷനിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ ദാറ്റ് യു വിൽ ബി ഒബ്വിയസ്ലി ഇംപ്രൂവിങ് യുവർ ലാംഗ്വേജ് സ്കിൽസ്. വൊക്കാബുലറി കൂട്ടുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് വേർഡ്സ് ആണ് കിട്ടുന്നത് അല്ലേ. സോ ദാറ്റ് വിൽ ഒബ്വിയസ്ലി ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് സ്കിൽസ്. And one more thing you have to do is you can buy a very nice, very attractive, നമ്മൾ റഫ് ആയിട്ടുള്ള ബുക്സ്, ലൈക്ക് ഒരു സാധാരണ ഒരു ബുക്ക് കണ്ടാൽ നമുക്ക് എടുക്കാൻ തോന്നില്ല അല്ലേ. സോ യു ക്യാൻ ടേക്ക് സം ഗുഡ് like pocket diaries or some diaries with some good pictures and all. And what you have to do, അതൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു നോട്ട്ബുക്ക് ആയാലും മതി. ഓക്കെ, യു ക്യാൻ write down the words that you collect every day. So വെറുതെ എഴുതി വെച്ചാൽ മാത്രം പോരാ, you have to make a daily practice of looking into that, reading that. Okay, അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ നല്ലൊരു ബുക്കിൽ പുതിയ കിട്ടുന്ന വേർഡ്സ് ഒക്കെ എവിടെ നിന്ന് കിട്ടിയാലും, ചെറിയ പീസ് ഓഫ് പേപ്പറിൽ നിന്ന് കിട്ടിയ വേർഡ് ആയാലും നിങ്ങൾ അതിൽ സൂക്ഷിച്ചു വെക്കുക. ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് അതിനെ മാറ്റുക. യു ക്യാൻ റീഡ് ദ വേർഡ്സ് ഡെയിലി and so that you will obviously improve your vocabulary skills. I got it. I hope it's clear for you, so that we can learn new words and we'll be very efficient in English language itself. Okay, so last day നമ്മൾ കുറച്ച് വേർഡ്സ് പഠിച്ചിരുന്നു. So I am going to give you another set of words, and the first word is cautious. Cautious is an adjective, and അതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ കെയർഫുൾ ടു അവോയ്ഡ് ഡേഞ്ചർ ഓർ മിസ്റ്റേക്സ്. എന്താണ് കോഷ്യസ് എന്ന് പറഞ്ഞാൽ? ചിന്താശീലമുള്ള. അതായത് എന്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്? നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? ചില അപകടങ്ങൾ, ആപത്തുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ കോഷ്യസ് എന്ന് പറയുന്നത്. അതിന്റെ സിമിലർ ആയിട്ടുള്ള വേർഡ്സ് എന്ന് പറയുന്നത് കെയർഫുൾ, വിജിലന്റ്, പ്രൂഡന്റ്. ഇതാണ് അതിന്റെ സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ആയിട്ട് നമുക്ക് കാണാവുന്നത്. ആൻഡ് വിൽ ലുക്ക് ഇൻ ടു ദ എക്സാമ്പിൾസ്. നേഹ പറയാണ്, യു ഷുഡ് ബി കോഷ്യസ് വെൻ വാക്കിംഗ് ത്രൂ ദിസ് ഏരിയ അറ്റ് നൈറ്റ്. നീ വളരെ കെയർഫുൾ ആയിരിക്കണം രാത്രി ഇതുവഴി നടക്കുമ്പോൾ. And the next one is, I am always cautious with new investments to avoid losses. That is, എന്താണ് കരൺ പറയുന്നത്? നീ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? നീ വളരെ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ വിജിലന്റ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നഷ്ടം തടയാൻ വേണ്ടിയിട്ട്. And another sentence, being cautious when traveling is unfamiliar places is important. നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ കൂടി, അല്ലെങ്കിൽ അറിയാത്ത ആളുകളോട് പരിചയപ്പെടുമ്പോൾ, അറിയാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ എന്തായിരിക്കണം? വളരെ വിജിലന്റ് ആയിരിക്കണം, വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ സ്റ്റെപ്പും വെക്കാൻ വേണ്ടിയിട്ട്. And the next sentence is, she was cautious in her approach to project, ensuring every detail was perfect. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാണ്, നമ്മൾ അലസമായി ചെയ്താൽ എന്ത് പറ്റും? അത് ഫ്ലോപ്പ് ആയി പോകും അല്ലേ. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വാട്ട് ഹാവ് ടു ബി ഡൺ, നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് പക്കായിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. സോ ദെൻ ഓൺലി ദ project will turn out the best. That is why it is given that you have to be cautious in her approach to the project, ensuring every detail was perfect. I hope it's clear for you. The word cautious is clear for you. നിങ്ങൾ എന്ത് ചെയ്യണം? വെറുതെ കേട്ടാൽ മാത്രം പോരാ, you have to include this in your speech also. Now the next word for you is knave. Knave is an adjective. Knave ഒരു adjective ആണ്. ഏതൊരു വേർഡും adjective ആവുന്ന എങ്ങനെയാണ്? It describes a noun. So the meaning of the word knave is too willing to believe that someone is telling the truth, inexperienced. ലോകം എന്തെന്ന് അറിയില്ല, അതാണ് inexperienced. മീൻസ് എന്താണ്? നമ്മളുടെ ചെറിയൊരു ലോകത്ത് നമ്മൾ ഒതുങ്ങിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ
പുറം ലോകത്തെ അറിയാതെ പോയത്. ഒരു എക്സാമ്പിളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മായ ഈസ് ടെല്ലിങ് ഐ തിങ്ക് ഇഫ് ഐ വർക്ക് ഹാർഡ് ഇനഫ് ഐ ക്യാൻ ഗെറ്റ് പ്രൊമോട്ടഡ് ഇൻ 2 months. മായ പറയാണ് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 മാസം കൊണ്ട് പ്രൊമോഷൻ കിട്ടും. ബട്ട് രവി ഈസ് റിപ്ലൈങ് വാട്ട്, ഓ നിനക്ക് ലോകം അറിയില്ല, അല്ലെങ്കിൽ നിനക്കൊരു നെറ്റ്വർക്ക് ഇല്ല, നിനക്ക് പുറം ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് നീ സ്വന്തമായിട്ട് കുറെ ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ എന്നിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇതിനെക്കാട്ടി ഉപരി പുറത്തുള്ള ആൾക്കാർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ഇതിനെക്കാട്ടി നന്നായി വർക്ക് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ അവെയർ ബിക്കോസ് ഓഫ് ഹർ naive attitude or naive mentality. She is telling like that. And the next one is, it's naive to think that everyone you meet will always be kind to you. ഇതിന് ഈ naive എന്നുള്ളതിന് സിമിലർ വേർഡ്സിൽ നമുക്ക് കാണാം. ഇന്നസെന്റ് എന്ന് പറഞ്ഞ ഒരു മീനിങ്ങും കൂടിയുണ്ട്. ഇന്നസെന്റ് ഒരു സിനോണിമസ് ആയിട്ടുള്ള മീനിങ് ആണ്. ഇന്നസെന്റ് ആണ്, അതായത് നമ്മൾ കാണുന്നവരെല്ലാവരും നമ്മളോട് കരുണയുള്ളവരായിരിക്കും, നല്ല അടിപൊളി ആൾക്കാരായിരിക്കും നമ്മൾ വിചാരിക്കും. ബട്ട് ഇറ്റ് ഈസ് ആർ നേവ് തോട്ട്, നമ്മുടെ ഇന്നസെന്റ് മൈൻഡിന് അങ്ങനെ തോന്നുന്നതാണ്. ഓക്കെ, യു ഹാവ് ടു റീതിങ്ക്, യു ഷുഡ് നോട്ട് ബിലീവ്. നമുക്ക് എപ്പോഴും പഠിക്കാനുള്ളൊരു പാഠമാണ്. വെനെവർ വി മീറ്റ് സം പേഴ്സൺ, നമ്മൾ പറയുന്നില്ല വിശ്വസിക്കരുതെന്നല്ല പറയുന്നത്, യു ഹാവ് ടു സ്റ്റഡി ദ പേഴ്സൺ, ദെൻ ഓൺലി യു ഹാവ് ടു ഗീവ് മോർ ടു ദാറ്റ് പേഴ്സൺ. സോ ignore the naive attitude of yours. That is the lesson we have to learn from this particular word also. And the next sentence is, she was too naive to realize that he wasn't being honest with her. എന്താണ് she was too naive, അതായത് അവളൊരു ഭയങ്കര ഇന്നസെന്റ് ആണ്, ഭയങ്കര അവളുടെ ഒരുപാട് വലിയ ഇന്നസെൻസ്, ഒരുപാട് ഡീപ്പായിട്ടുള്ള ഇന്നസെൻസ് ഉള്ളത് കൊണ്ടാണ്, അവൾ ഒരുപാട് ഇന്നസെന്റ് ആണ്, അതുകൊണ്ടാണ് അവൻ അവളോട് സത്യസന്ധത കാണിക്കുന്നില്ല എന്നുള്ള കാര്യം അവൾ അറിയാതെ പോകുന്നത്. That is the word naive. And now the next word is reliable. Reliable is also an adjective. അതിന്റെ മീനിങ് എന്താണ്? കൺസിസ്റ്റന്റ്ലി ഗുഡ് ഇൻ ക്വാളിറ്റി ഓർ പെർഫോമൻസ്. എന്താണ്? വിശ്വസനീയമായത്, റിലയബിൾ ചെയ്ത്, നമുക്ക് റിലൈ ചെയ്യാൻ പറ്റിയത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയത്, നമുക്ക് അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്നത്, റിലയബിൾ. ആൻഡ് സിനോണിംസ് ആർ ഡിപ്പെൻഡബിൾ, ട്രസ്റ്റ് വർത്തി, സ്റ്റഡി. ഇതാണ് സിനോണിംസ്. നിങ്ങൾ പുതിയ സെന്റൻസസ് നിങ്ങളുടേതായിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യുമ്പം യു ഹാവ് ടു ഇൻക്ലൂഡ് ദീസ് വേർഡ്സ് ഓൾസോ. ആൻഡ് ദ എക്സാമ്പിൾ സെന്റൻസസ് ആർ, Prima says, I always rely on her because she is so reliable in stressful situation. I always rely on her. ഞാൻ എപ്പോഴും അവളെ ആശ്രയിക്കാറുണ്ട്, ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവളെ ഞാൻ സ്വീകരിച്ച് കൂട്ടാറുണ്ട്. കാരണം എന്താണ്? ഷീ ഈസ് വെരി റിലയബിൾ. എൻ്റെ ഒരു കഷ്ടം ഉള്ള സിറ്റുവേഷനിൽ, അല്ലെ സ്ട്രെസ് ഉള്ള സിറ്റുവേഷനിൽ അവളെന്നെ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും, അല്ലെ ഞാൻ അവളെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാം, എനിക്ക് എന്ത് സങ്കടങ്ങളും പറയാൻ പറ്റുന്ന ഒരാളാണ് എൻ്റെ ഒരു ഫ്രണ്ട്. മറ്റൊരു ഫ്രണ്ടിനെ പറ്റി റീമ പറയാണ്. ആൻഡ് കിരൺ ഈസ് സെയിങ്, ദിസ് ബ്രാൻഡ് ഇസ് നോൺ ഫോർ ഇറ്റ്സ് റിലയബിൾ പ്രോഡക്ട്സ് ദാറ്റ് ലാസ്റ്റ് ഫോർ ഇയേഴ്സ്. ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. വിശ്വസിച്ച് വാങ്ങിച്ചോളൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചിലപ്പോൾ നമ്മൾ ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇത് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും, ഇതിനകത്ത് എന്താണ് അഡൾട്രൻസ് ഒന്നുമില്ല, എന്താണ് രാസവസ്തുക്കളോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, വിശ്വസിച്ച് വാങ്ങിച്ചോളൂ നമ്മൾ കാഷ്വലായി പറയില്ലേ, അതാണ് ഈ ബ്രാൻഡിനെ നമുക്ക് വിശ്വസിക്കാം, കുറേ നാളിത് കിടക്കും എന്നാണ് കിരൺ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സെന്റൻസസ് ആർ, എ റിലയബിൾ എംപ്ലോയി ക്യാൻ ബി ട്രസ്റ്റഡ് വിത്ത് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ഒരു റിലയബിൾ എംപ്ലോയി എന്ന് പറയുന്നത്, ഒരു വിശ്വസിക്കാൻ കൂട്ടാൻ പറ്റുന്ന ഒരു എംപ്ലോയി എന്ന് പറയുന്നത് ആരെയാണ്? എല്ലാ വർക്കുകളും കൃത്യമായി ചെയ്ത് കമ്പനിയോട് കൂറ് പുലർത്തി നിൽക്കുന്ന ആളെയാണ് നമ്മൾ റിലയബിൾ എംപ്ലോയി എന്ന് പറയുന്നത്. ആ റിലയബിൾ എംപ്ലോയിയെ നമ്മൾ എന്ത് ചെയ്യും? വിശ്വസിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ഏൽപ്പിക്കും, അല്ലേ? And the next one is, the weather forecast is reliable so we can plan the trip accordingly. നമ്മളുടെ നാട്ടിലെ വെതർ ഫോർകാസ്റ്റിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ലൈക്ക് ഇൻ ഫോറിൻ കൺട്രീസ് ദ വെതർ ഫോർകാസ്റ്റ് കുറച്ചും കൂടി റിലയബിൾ ആയിരിക്കും. അവർ പറയുന്ന പോലെ തന്നെ ആയിരിക്കും അന്നത്തെ ഡേയിലെ വെതർ ഉണ്ടാവുക. സോ വെതർ ഫോർകാസ്റ്റ് കറക്റ്റ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം, അതിൻ്റെ അക്കോർഡിംഗ്ലി അതിനനുസരിച്ച് നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാം എന്നാണ് എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത്. Now the next word for you is annoy. Annoy എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, it is an action word and the meaning is to disturb or irritate someone, making them angry. ശല്യപ്പെടുത്തുക. നമുക്ക് ഒരാളെ ശല്യപ്പെടുത്തുമ്പോൾ നമ്മൾ അനോയ് ചെയ്യുക, അല്ലെങ്കിൽ അവനെന്നെ
he annoyed me എന്ന് പറയാം അല്ലെ, എന്നോട് ശല്യം ചെയ്തു എന്ന് പറയാം, സിമ്പിൾ ആയിട്ട് പറയാം. ബട്ട് വി വിൽ ബി ലുക്കിംഗ് ഇൻ ടു അനദർ സെന്റൻസസ് എക്സാമ്പിൾസ് ഓൾസോ. വിക്രം is saying, my little brother keeps playing loud music in his room. Anu, that's really annoying. Why don't you ask him to lower the volume? വിക്രം പറയാണ്, എൻ്റെ ചെറിയ അനിയൻ, അതായത് എൻ്റെ താഴെയുള്ള അനിയൻ എന്ത് ചെയ്യും, വലിയ മ്യൂസിക്, വലിയ ഒച്ചയിൽ, വലിയ സൗണ്ടിൽ മ്യൂസിക് വെക്കും അവൻ്റെ റൂമിൽ. അതെനിക്ക് ശരിക്കും എന്ത് ചെയ്യുന്നില്ല, അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് വിക്രം അതിൽ നിന്ന് കൺവേ ചെയ്യുന്നത്. അപ്പോൾ അനു പറയാണ്, ഓ ദാറ്റ്സ് റിയലി അനോയിങ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, അത് നിനക്ക് വലിയ ശല്യം ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ, എന്താണ് നീ അവനോട് പറയാത്തത് സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? That is one example. And similar words are irritate, bother and disturb. ഇത് നിങ്ങളുടെ കോൺവെർസേഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, annoy എന്നുള്ള വേർഡ് കിട്ടിയില്ലെങ്കിൽ. ഓക്കെ. And another examples are, it annoys me when people chew loudly at the table. അത് കുറേ ആൾക്കാർക്കുള്ള ഒരു എന്താണ് പ്രശ്നമാണ് അല്ലേ. ലൈക്ക് ഇഫ് വി ആർ, നമ്മളെല്ലാവരും കൂടി, വീട്ടിലെല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ചില ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കിയിട്ടായിരിക്കും ഇങ്ങനെ ഭക്ഷണം ച്യൂ ചെയ്യുന്നത്, ചവയ്ക്കുന്നത്. സോ അത് ചിലർക്ക് ഡിസ്റ്റർബിങ് ആയിരിക്കും, അത് അനോയിങ് ആയിരിക്കും. യു ക്യാൻ ടെൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഓ ദിസ് സൗണ്ട് ഈസ് അനോയിങ് എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, യൂസ് ദിസ് ഇൻ യുവർ ഡെയിലി ലൈഫ്. And the next example is, his constant tapping on the desk during meetings really annoys me. എന്താണ്, ക്ലാസ്സിൽ ഒരു കുട്ടിയെക്കുറിച്ച് മറ്റൊരു കുട്ടി പറയാണ്, അവൻ എപ്പോഴും ടേബിളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, അതെനിക്ക് ശരിക്കും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അല്ലെ, അനോയിങ് ആണ്. ദിസ് ഈസ് ദ വേർഡ് അനോയ്. Now the next word for you is curious. Curious is an adjective and the meaning is eager to know or learn something. എന്താണ്, അറിയാൻ ഉള്ള ആഗ്രഹം, അറിയാൻ ആഗ്രഹിക്കുക. And similar words are inquisitive, eager, questioning, അറിയാനുള്ള ആഗ്രഹമാണ് എന്ത്, ക്യൂരിയസ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. Maya says, I'm curious to know how this new app works. Have you tried it? മായ എന്ത് പറയാണ്, അർജുൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് ശരിക്കും എന്താണ് ആഗ്രഹമുണ്ട്, എന്തറിയാൻ വേണ്ടിയിട്ട്, ഈ പുതിയ ലോഞ്ച് ചെയ്ത ആപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് മായ പറയാണ്. What is Arjun's reply? I am always curious about the latest trends in technology. അർജുൻ പറയാണ്, എനിക്ക് ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ്, പുതിയ കാര്യങ്ങൾ ടെക്നോളജിയിൽ വരുമല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ, അതൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്ന് അർജുൻ പറയുകയാണ്. So see the next example. She is very curious and loves asking questions to learn more. അവൾ എന്താണ്, ഭയങ്കര ക്യൂരിയസ് ആണ്, ആകാംക്ഷാഭരിതരായി നമ്മൾ പറയില്ലേ, സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ നമ്മളിങ്ങനെ ആകാംക്ഷാഭരിതരായി ഇങ്ങനെ ഷോക്കായിരിക്കും, അതാണ് ക്യൂരിയസ്, നമ്മുടെ ക്യൂരിയസ്നെസ് എന്നൊക്കെ പറയും. സോ ആ ക്യൂരിയസ് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണിക്കുന്നത്. ഷീ ഈസ് വെരി ക്യൂരിയസ് ആൻഡ് ലവ്സ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ലേൺ മോർ. ചില ആളുകൾ അങ്ങനെയാണല്ലേ, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി നന്നായി കേട്ടിട്ട് അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. So such people are very curious in this particular thing. And this another example is, his curious nature often leads him to discover interesting facts. So ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ക്യൂരിയസ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർ ഒരു കാര്യത്തിനെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചു പോയിട്ട് ചിലപ്പോൾ അവർ കണ്ടെത്തുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആയിരിക്കും. ചില റിസർച്ചേഴ്സ് ഒക്കെ ചെയ്യുന്നത് പോലെ അവരിങ്ങനെ തേടി പോയിട്ട് എന്ത് ചെയ്യും, അവർ അൾട്ടിമേറ്റ്ലി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തിക്കൊണ്ടുവരും അല്ലേ. ദാറ്റ് ഈസ് അനദർ ആറ്റിറ്റ്യൂഡ് ഓഫ് ബിഹേവിയർ ഓൾസോ, ദാറ്റ് ക്യൂരിയസ് ആറ്റിറ്റ്യൂഡ്. ദിസ് ഈസ് ദ വേർഡ് ഫോർ യു, ക്യൂരിയസ്. So I am here with an idiom for you. Add fuel to the fire. Add fuel to the fire. എന്താണ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേർഡ് ആണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ഫെമിലിയർ ടു യു പീപ്പിൾ, റൈറ്റ്? സോ നോക്കിക്കോളൂ. മേക്ക് എ സിറ്റുവേഷൻ വേഴ്സ് ഓർ ഇൻറ്റൻസിഫൈ എ കോൺഫ്ലിക്റ്റ്. നമ്മൾ പറയില്ലേ മലയാളത്തിൽ, അത് മലയാളം നമ്മൾ പറയായിരിക്കും, ബട്ട് ഇംഗ്ലീഷ് എന്താണെന്ന് അറിയില്ല അല്ലേ. എരുതിയിൽ എണ്ണ കോരി ഒഴിക്കരുത് എന്ന് നമ്മൾ പറയില്ലേ, അതാണ് സംഭവം. ഓക്കെ, എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സാറയും ജോനാസും കൂടി ഒരു കൺവെർസേഷൻ ആണ്. സാറ പറയാണ്, I think we should talk to them and clear things up. Jonas is replying, talking to them now might just add fuel to the fire. സാറ പറയാണ്, നമുക്ക് അവരുടെ പ്രോബ്ലം ഒന്ന്
അവരോട് പോയി സംസാരിച്ചാലോ? ഫോർ എക്സാമ്പിൾ ഈ ജോനാസും സാറയും തമ്മിൽ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു ഫാമിലിയെ പറ്റിയോ അല്ലെങ്കിൽ 2 ആളുകളെ പറ്റിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സിനെ പറ്റിയോ ആയിരിക്കും. അവർക്കൊരു ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്ത് കൊടുത്താലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് സാറ പറയുന്നത്. ബട്ട് ജോനാസ് ഈസ് ടെലിംഗ് വാട്ട്, ഇപ്പൊ നമുക്ക് അവരോട് സംസാരിക്കണ്ട, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. കാര്യം എന്താണ്, ഇപ്പൊ നമ്മൾ അവരോട് സംസാരിച്ച അവർ ആ ഒരു പ്രശ്നത്തെ പറ്റി റീതിങ്ക് ചെയ്താൽ എന്ത് ചെയ്യും, എരുതിയിൽ എണ്ണ കോരി ഒഴിക്കുകയാണല്ലോ. വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ആലോചിച്ച് പ്രശ്നം വഷളാവുകയാണ് ചെയ്യുന്നത്. എരുതിയിൽ നമുക്ക് എണ്ണ കോരി ഒഴിക്കണ്ട, വി ക്യാൻ വെയിറ്റ്, ടൈം ഹീൽ ചെയ്യട്ടെ അല്ലെ. കാലം കടന്നു പോകും തോറും നമ്മുടെ പ്രശ്നങ്ങളുടെ ഇന്റൻസിറ്റിയും കുറയും അല്ലെ. That is the meaning from this particular word. And see the next example. When I mentioned the past argument, I only added fuel to the fire. Same, ഞാൻ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഞാൻ പാസ്റ്റ് ആർഗ്യുമെന്റിനെ പറ്റി പറഞ്ഞപ്പോൾ I only added fuel to the fire. ഞാൻ കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ പറ്റി പറഞ്ഞപ്പോൾ വീണ്ടും ഈ പ്രശ്നം വഷളാക്കുകയാണ് ചെയ്തത്. That is the meaning. And the next one is telling him about the new promotion would just add fuel to the fire in the office gossip. അതെന്താണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടി, അത് ഞാൻ എൻ്റെ ഒരു കൊളീഗിനോടോ അല്ലെങ്കിൽ ഓഫീസിലോ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലോ പറയുകയാണെങ്കിൽ എന്ത് പറ്റും, പല ഗോസിപ്സും വരുമല്ലേ. അയാൾക്ക് അങ്ങനെയാണ് കിട്ടിയത് പ്രൊമോഷൻ, ഇയാൾക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, അങ്ങനെ പല ഗോസിപ്സും വരും. സോ ദാറ്റ് ഈസ് ടെലിംഗ് ഹിം അബൌട്ട് ദ ന്യൂ പ്രൊമോഷൻ വുഡ് ജസ്റ്റ് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ ഇൻ ദ ഓഫീസ് ഗോസിപ്പ്. വീണ്ടും അത് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്, അല്ലെ കുറയില്ല. ദാറ്റ് ഈസ് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. Now I am giving you the vocabulary activity. നമുക്ക് കുറച്ച് വേർഡ്സ് കിട്ടി, ഞാൻ നിങ്ങൾക്ക് 6 വേർഡ്സ് തന്നു, അതിന്റെ മീനിങ്ങും പറഞ്ഞു തന്നു, അതിന്റെ യൂസസും പറഞ്ഞു തന്നു. Now you have to do the rest task. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ ഈ വേർഡ്സ് യൂസ് ചെയ്ത് സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്യുക. ട്രൈ ടു കൺസ്ട്രക്ട് ഗുഡ് സെന്റൻസസ്. ചെറുതല്ല, അത്യാവശ്യം നല്ല സ്ട്രക്ചർ ഉള്ള ഒരു സെന്റൻസ് ഉണ്ടാക്കുക. ആൻഡ് സെൻഡ് ഇറ്റ് യുവർ ട്രെയിനർ ആൻഡ് ഗെറ്റ് ഇറ്റ് കറക്റ്റഡ് ഫ്രം യുവർ ട്രെയിനർ. യു ക്യാൻ സെൻഡ് വോയിസ് ക്ലിപ്സ് ഓൾസോ. ആൻഡ് ഇഫ് യു ക്യാൻ, നിങ്ങൾക്ക് മറ്റ് വേർഡ്സും നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ചിൽ കിട്ടുന്ന വേർഡ്സും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതും നിങ്ങളുടെ സെന്റൻസസിൽ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ട്രെയിനർക്ക് അയച്ചു കൊടുക്കാം. ആൻഡ് ഗെറ്റ് ഇറ്റ് കറക്റ്റഡ്. Now comes the calling activity for day 3. Day 3 calling activity ആണ് ഇനി വരാൻ പോകുന്നത്. And the topic for day 3 is my daily routine. നിങ്ങൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റൂട്ടീൻ ഉണ്ടായിരിക്കും രാവിലെ മുതൽ കിടക്കുന്നിടം വരെ. So you can think about that. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തൊക്കെ വെക്കുക.